ഹലോ. ആ ദേവികെ, നാളെ എനിക്കൊന്ന് കാണണം. ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടല്ലോ. എന്റെ ചേച്ചിയെ കാണാനില്ല, ദേവികയുടെ അമ്മയെ കാണാനില്ല. അതൊരു പ്രശ്നമല്ലേ? ഇനിയും ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ തയ്യാറല്ല. ഇനിയും പോലീസിനെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ആവശ്യക്കാരൻ നമ്മളല്ലേ, അപ്പൊ നമ്മൾ ഇറങ്ങണം. ശരി, നാളെ കാണാം. പോലീസ് ശ്രമിച്ചിട്ട് നടക്കാത്തത് നിങ്ങൾ ശ്രമിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. പോലീസ് മനസ്സറിഞ്ഞ് ശ്രമിച്ചുവെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനൊന്നും അല്ല അന്വേഷിക്കേണ്ടത്. ഇനി അവരുടെ സഹായം വേണ്ട. എനിക്കും പറ്റും പലതും, അത് ഞാൻ ചെയ്യും. പ്രേമിച്ച് നാട് വിട്ടു പോയതാ സിദ്ധുവേട്ടാ. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്റെ ചേച്ചി എനിക്കറിയാം, അവരൊരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. പിന്നെ ചേച്ചി എവിടെ പോയി? അതല്ലേ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത പണിക്കാ സിദ്ധുവേട്ടൻ ഇറങ്ങാൻ പോകുന്ന. അതിന് കൂട്ടവളും. ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂന്ന് ഓർമ്മയുണ്ടല്ലോ. അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാതെ സിദ്ധുവേട്ടൻ രക്ഷപ്പെടില്ല. അവസാനം ഇത് ഇതിൽ തന്നെ കൊണ്ടെത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ദേവിയെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ നിനക്കുറക്കം വരില്ലല്ലോ. എടി, എന്റെ ജീവിതത്തില് ഒരു കരടുണ്ടെങ്കിലേ അത് നീ മാത്രമാ. ദേവിക വന്നപ്പോഴല്ല, നീ വന്നപ്പോഴാ എന്റെ ജീവിതത്തിന്റെ താളം മുഴുവൻ തെറ്റിത്തുടങ്ങിയത്. അതിപ്പോഴും അങ്ങനെ തന്നെയാ. അത് മാറ്റാനാണെങ്കിൽ ഞാനായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോവാ. അതിന്റെ തുടക്കമാ പ്രേമിച്ചെ കണ്ടുപിടിക്കല്. നീ കുറിച്ചിട്ടോ, 10 ദിവസത്തിനുള്ളില് ചേച്ചിയെ ഞാൻ ഈ വീട്ടിൽ തിരിച്ചെത്തിച്ചിരിക്കും. നടന്നത് തന്നെ നടക്കും. ആരാണോ ചേച്ചിയുടെ ഈ കാണാതാകലിന് പിന്നില്, അവരെ മുഴുവനും ഇരുമ്പഴിക്കുള്ളിൽ എത്തിച്ചില്ലെങ്കിൽ എന്റെ പേര് സിദ്ധാർത്ഥനെന്നായിരിക്കില്ല. നീ ഇതെങ്ങോട്ടാ? ഞാൻ നിർബന്ധിച്ചിട്ട് വന്നാ സർ. നിരഞ്ജനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരരുതെന്ന്. വിശാലിന്റെ അമ്മ ഇവിടെയല്ലേ ഉള്ളത്, സുതിമോളും ഉണ്ട്. രണ്ടുപേരെയും കണ്ടിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ക്ഷണിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. അതൊന്നും കാര്യമാക്കേണ്ട വിശാൽ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചുകൊണ്ട് വരുന്നവരെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് സാറൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പല പ്രാവശ്യം ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത് സർ. എന്താ ഏട്ടാ എന്റെ മോൻ വരുന്നത് കൊണ്ടുള്ള കുഴപ്പം? പണ്ട് സ്ഥിരം ഇവനീ വീട്ടിൽ വന്നതിൻ്റെയാ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.